നമ്മുടെ കൺമുന്നിൽ വെച്ച് ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഒരിക്കലും പാനിക് ആവാനോ ഷൗട്ട് ചെയ്യാനോ പാടില്ല. നമ്മൾ കാമായി ആ വീണ് കിടക്കുന്ന ആളുടെ അടുത്ത് ചെന്ന് പതിയെ അയാളെ തൊട്ടു നിർത്താൻ വേണ്ടി ശ്രമിക്കുക. അയാളുടെ പേരറിയുമെങ്കിൽ പേര് വിളിച്ച് തന്നെ അയാളെ തട്ടി ഉണർത്താൻ വേണ്ടി ശ്രമിക്കുക. അയാൾ അതിന് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നീട് അയാളുടെ ബ്രീത്തിങ്ങും അതുപോലെ അദ്ദേഹത്തിൻ്റെ പൾസും നമ്മൾ നോക്കുക. സ്വന്തമായി ശ്വാസം എടുക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ നെഞ്ച് നമുക്ക് ഉയർന്നതും താഴ്ന്നതുമായിട്ട് കാണാൻ സാധിക്കും. പൾസ് അറിയണമെങ്കിൽ നമുക്ക് റേഡിയൽ പൾസ് കയ്യിൽ ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ റേഡിയൽ പൾസും അതുപോലെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ആംഗിൾ ഓഫ് ജോയുടെ ഭാഗത്ത് നമ്മൾ വിരൽ വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കരോട്ടിഡ് പൾസും മനസ്സിലാക്കാൻ കഴിയും. ബ്രീത്തിങ്ങും പൾസും ഉണ്ട് എങ്കിൽ ഈ വ്യക്തിയെ നേരെ കിടത്തി കാലുകൾ രണ്ടും കുറച്ച് ഉയരത്തിൽ പൊക്കി വെക്കുക. ഇങ്ങനെ കാലുകൾ പൊക്കി വെക്കുന്നത് തലയിലേക്കുള്ള രക്തയോട്ടം കൂടാൻ സഹായിക്കും. അദ്ദേഹം കിടക്കുന്ന പരിസരം ഒന്ന് നിരീക്ഷിക്കുകയും അപകടകരമായ രീതിയിൽ ഒരു വസ്തുക്കളും അവിടെ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. അഥവാ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സോ മറ്റോ ഉണ്ട് എങ്കിൽ അവ നീക്കം ചെയ്യുകയും വേണം. വസ്ത്രങ്ങളോ മറ്റോ ദേഹത്തോട് ചേർന്ന് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അവ ലൂസാക്കി ആയാസപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ ആളുകളൊക്കെ കൂടി നിന്ന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ ആളുകളോടൊക്കെ ഒന്ന് മാറാൻ പറഞ്ഞ് കുറച്ച് ശുദ്ധമായി കിട്ടുന്ന രീതിയിൽ ക്രമീകരിക്കണം. ഇനി അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുകയാണ് എങ്കിൽ പെട്ടെന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിന് എഴുന്നേൽപ്പിക്കാൻ പാടില്ല. പതുക്കെ എണീപ്പിച്ച് ഇരുത്തിയ ശേഷം കുടിവെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് സമാധാനപ്പെടുത്തി പിന്നീട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇനി നമ്മൾ ആദ്യം പരിശോധിച്ച സമയത്ത് ഇദ്ദേഹത്തിന് ബ്രീത്തിങ്ങോ പൾസോ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. സഹായത്തിന് 1-2 പേരെ നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ എമർജൻസി നമ്പറിൽ വിളിച്ച് ആംബുലൻസ് എത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ സമയം വരെയും CPR തുടർന്നുകൊണ്ടേയിരിക്കണം. ഇദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത് CPRലൂടെ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ കുഴഞ്ഞു വീഴുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു തലയിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ് എന്ന്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും നമുക്ക് ഇതിനുള്ള കാരണങ്ങൾ 3ആയി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുകയും അതുപോലെ ബോധക്ഷയം സംഭവിക്കുകയും ചെയ്യുക. അതിന് നമ്മൾ കാർഡിയാക് സിങ്കോപ്പ് എന്നാണ് പറയുക. ഈ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു റീസണാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഹൃദയസ്തംഭനം, പെട്ടെന്ന് നമ്മുടെ ഹൃദയമിടിപ്പ് നിന്നു പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെയാണ് ഹൃദയമിടിപ്പിലുള്ള വ്യത്യാസം.